ക്രൈസ്തവ പീഡനങ്ങളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന നൈജീരിയൻ മണ്ണിൽ നിന്നും അതിജീവനത്തിന്റെ കഥ പറഞ്ഞ് അഫോഡിയ എന്ന നൈജീരിയൻ ക്രൈസ്തവ വനിത ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച തന്റെ ഭർത്താവിനെ ഇസ്ലാമിക തീവ്രവാദ സംഘമായ ബൊക്കോ ഹറാം ക്രൂരമായി കൊലപ്പെടുത്തിയതിന് ദൃക്സാക്ഷിയായ അഫോഡിയയുടെ അനുഭവം ശ്രദ്ധേയമാവുകയാണ്. തന്റെ ഭർത്താവിനെ കൊന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും ചെയ്യുന്നുവെന്നും ബൊക്കോ ഹറാം തീവ്രവാദികളുടെ മാനസാന്തരത്തിനു വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല എന്നും കാത്തലിക് ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അഫോഡിയ പറഞ്ഞു. 2014 ഒക്ടോബർ 29 ബൊക്കോ ഹറാം തീവ്രവാദികൾ നൈജീരിയയിലെ മുബിയിൽ നടത്തിയ ആക്രമണത്തിലാണ് അഫോഡിയയ്ക്ക് തന്റെ ഭർത്താവിനെ നഷ്ടമാകുന്നതും മരണത്തിൽ നിന്ന് അഫോഡിയ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും. വെടിയൊച്ചകളുടെയും ബോംബ് സ്ഫോടനങ്ങളുടെയും ശബ്ദം നിറഞ്ഞ മുബിയ നഗരത്തിൽ തീവ്രവാദികളിൽ നിന്നും പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെടുന്ന ആൾക്കൂട്ടത്തിനിടയിൽ തങ്ങളുടെ 5 മക്കളെ തേടിയിറങ്ങിയതാണ് അഫോഡിയയും ട്രയംഫ് ഓഫ് ഫെയ്ത്ത് പെന്തക്കോസ്റ്റ് ചർച്ചിലെ പാസ്റ്ററായ ഭർത്താവും. തീവ്രവാദ സംഘം അഫോഡിയയെയും ഭർത്താവിനെയും വളഞ്ഞതിനെ തുടർന്നുള്ള ഭീകര നിമിഷങ്ങളെ അഫോഡിയ വിവരിച്ചു. ബൊക്കോ ഹറാം തീവ്രവാദികൾ തന്റെ ഭർത്താവിനോട് നിങ്ങളൊരു മുസ്ലിമാണോ അതോ അവിശ്വാസിയാണോ എന്ന ചോദ്യം ചോദിക്കുകയും സംശയമന്യേ അദ്ദേഹം താനൊരു മുസ്ലിമോ അവിശ്വാസിയോ അല്ല, താനൊരു ക്രൈസ്തവനാണെന്ന് ഏറ്റുപറയുകയും ആ നിമിഷം ബൊക്കോ ഹറാം തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ ശിരസിൽ 5 തവണ വെടിയുതിർക്കുകയുമായിരുന്നു. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം അഫോഡിയയിലേക്ക് തിരിഞ്ഞ തീവ്രവാദികൾ ഇതേ ചോദ്യം ആവർത്തിക്കുകയും പരിഭ്രാന്തിയായ അഫോഡിയ കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി എന്റെ കർത്താവേ, ഞാൻ അങ്ങേ പക്കലേക്ക് വരുന്നു, എന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുമായിരുന്നു. ഉടനടി ഈ സ്ത്രീയെ കൊല്ലാൻ നിന്നോട് ആരാണ് ആവശ്യപ്പെട്ടത്, അവളെ വെറുതെ വിടൂ എന്ന ശബ്ദമുയരുകയും മറ്റൊരു സംഘത്തലവൻ അഫോഡിയയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന തീവ്രവാദികളെ വിഘടിപ്പിക്കുകയുമാണ് ഉണ്ടായത്. തന്റെ കാറിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട അഫോഡിയ ഭയന്നോടിയ മക്കളെ കണ്ടെത്തുകയും സംഘർഷങ്ങൾക്ക് ശമനം സംഭവിച്ച വേളയിൽ മടങ്ങിവന്ന് തന്റെ ഭർത്താവിന്റെ മൃതസംസ്കാരം നടത്തുകയും ചെയ്തു. മാനസികമായി വളരെ വെല്ലുവിളികൾ നേരിട്ട അഫോഡിയ തുടർന്ന് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയും തന്റെ ഭർത്താവിന്റെ കൊലയാളികളോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുകയുമായിരുന്നു. നൈജീരിയയിൽ ഇന്നും ഒരു ക്രൈസ്തവനായി തുടരാൻ എന്താണ് ധൈര്യം നൽകുന്നതെന്ന അവതാരികയുടെ ചോദ്യത്തിന് ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും ജീവൻ നൽകുന്നത് അവിടുന്ന് മാത്രമാണെന്നും ഏറ്റുപറഞ്ഞ അഫോഡിയയുടെ വാക്കുകൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് ജീവിക്കുന്ന സാക്ഷ്യമാണ്. ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകളിൽ ലോകത്ത് ഏറ്റവും അധികം ക്രൈസ്തവ പീഡനങ്ങൾ നടമാടുന്ന രാജ്യം നൈജീരിയയാണെന്ന വസ്തുതയും ചൂണ്ടിക്കാട്ടുന്നു. 2025 വേൾഡ് വാച്ച് ലിസ്റ്റിന്റെ കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും അധികം ക്രൈസ്തവർ ബൊക്കോ ഹറാം പോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പീഡനങ്ങൾക്കിരയാകുന്ന രാജ്യമാണ് നൈജീരിയ. 2009 മുതൽ ഈ കണക്കുകൾ തുടരുന്നു എന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുതയാണ്. 2024 മാത്രം 3100 ക്രൈസ്തവരാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ദിനത്തിൽ ലോകമെമ്പാടും പീഡനമനുഭവിക്കുന്ന ക്രൈസ്തവരെയും പ്രത്യേകമായി നൈജീരിയയിലെ ക്രൈസ്തവരുടെ പ്രതിസന്ധികളും ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.